അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബി ചോദിക്കുകയാ, ഈ യതീമായ മക്കൾ ആര് വിവാഹം കഴിക്കുന്നോ ആ വിവാഹം കഴിക്കുന്നവർക്ക് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരും. രണ്ട് സ്വഹാബത്ത് തയ്യാറായി. ആ രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിക്കാൻ തയ്യാറായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രണ്ട് പെൺകുട്ടികളുടെ വിവാഹം അവിടെ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ നടത്തി കൊടുത്തു. നിങ്ങൾക്കറിയുമോ, അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, ആ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത്, ആ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുമ്പോഴാണ് ആ രണ്ട് യതീമായ മക്കള് വീടിനകത്ത് നിസ്കാര പായിലിരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്നു, അല്ലാ, ഈ യതീമായ ആരാരുമില്ലാത്ത ഞങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരൊറ്റ ദുആ. ആ യതീമായ മക്കള് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുമ്പോ ആ മക്കൾ ആരും അറിയാതെ റൂമിനകത്തിരുന്നിട്ട് പടച്ചവനോട് പറയാ, അല്ല, ഞങ്ങളെ സഹായിച്ച ഈ മനുഷ്യന് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം. ആ ഒരൊറ്റ ദുആ. അല്ലാഹു പറഞ്ഞു, അസ്റായീലെ തിരിച്ചു വന്നേക്കാൻ, അസ്റായീലെ തിരിച്ചു വന്നേക്കാൻ. അങ്ങനെ റൂഹ് പിടിക്കാമെന്ന മലക്കിനെ തിരിച്ചു വിളിച്ചോടോ. അങ്ങനാണ് സഹാബിയുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തത് എന്ന് ചരിത്രം പറയുമ്പോ ഇതാണ് യതീം. ഈ 4 പെൺകുട്ടികൾ ഇന്ന് രാത്രി കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോ നിസ്കാരപ്പായിലിരുന്നിട്ട് ഒരൊറ്റ ദുആ. സഹോദര, കോടാനുകോടി രൂപ കൊടുത്താൽ അങ്ങനെ ഒരു ദുആ കിട്ടൂല. ഞങ്ങളുടെ അടുത്ത് 1 കോടി രൂപ കൊണ്ട് തന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോ ആ ദുആയ്ക്കൊക്കെ ഒരു പരിധിയും പരിമിതികളും ഉണ്ടോ.